ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2421. ഇന്ന് ഓഗസ്റ്റ് മാസം 17-ാം തീയതി 229-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് മലയാള മാസത്തിന്റെ ആദ്യ ദിനമാണ്. പ്രത്യാശയുടെയും ഏറെ പ്രതീക്ഷയുടെയും ഒക്കെ ചിങ്ങമാസം 1-ാം തീയതി നല്ലൊരു തുടക്കമാവട്ടെ. ആലോചിക്കുമ്പോൾ പലപ്പോഴും വലിയ അത്ഭുതം തോന്നാറുണ്ട്. പത്രോസിന്റെ ഒരു പറച്ചിലാണ് യേശുവിനെ കുറിച്ച്. അതും യേശു പറയിപ്പിച്ചതാണ്. പത്രോസിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചെടുത്തതാണ്. ചോദ്യവും പത്രോസിന്റെ ഉത്തരവും, ശിഷ്യന്മാർ പൊതുവെ ആദ്യം കൊടുത്ത ഉത്തരവുമൊക്കെ ഏതൊരാൾക്കും അറിയാം. എന്നെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നായിരുന്നു ചോദ്യം. പൊതുവെ എല്ലാവരും അതിന് അവർ ഉത്തരം കൊടുക്കുന്നുണ്ട്. പൊതുവെ നിന്നെക്കുറിച്ച് പലരും പലതാണ് പറയുന്നത്. യേശു അത് കേട്ടിട്ട് കുറച്ചുകൂടി വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്താണ് പറയാൻ പറ്റുന്നത്? ഒരു വല്ലാത്ത ചോദ്യം കേട്ടോ. എൻ്റെ അടുപ്പത്തിലുള്ളവര്, എൻ്റെ ബന്ധുവലയത്തിനുള്ളിലുള്ളവർ, എന്നോടൊപ്പമുള്ളവര്, അവരെക്കുറിച്ചൊക്കെ എനിക്ക് എന്താവും പറയാനായിട്ടുണ്ടാവുക? അവരൊക്കെ ആരാണ് ശരിക്കും? എന്തായാലും യേശുവിന്റെ ചോദ്യം വ്യക്തിപരമായതോടുകൂടി വല്ലാത്തൊരു നിശബ്ദത ആ പന്തിരുവർക്കിടയിൽ ഉണ്ടാവണം. ആ നിശബ്ദതയെ തകർക്കുന്നത് പത്രോസിന്റെ പറച്ചിലാണ്. നീ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണ്. ഒരു വല്ലാത്ത പറച്ചിലായി പോയത്. യേശുവിന്റെ പ്രതികരണമോ, യേശു പറയുകയാണ്, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത്, പിന്നെ സ്വർഗസ്ഥനായ പിതാവാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു വ്യക്തിപരമായ കണ്ടെത്തലിലേക്ക് ഒരാൾക്ക് എത്താൻ പറ്റുക? പത്രോസ് എങ്ങനെയാവും എത്തിയത്? അലഞ്ഞു നടക്കുന്നൊരു മനുഷ്യനല്ലേ സത്യത്തിൽ ക്രിസ്തുയേശു. പത്രോസിന് അറിയാം, പ്രായം കൊണ്ട് പത്രോസിനേക്കാൾ ഇളയ ആളാന്ന് തോന്നുന്നു. പത്രോസിന് എങ്ങനെയാണ് ഈ അലഞ്ഞു തിരിഞ്ഞ മനുഷ്യനെ ഇങ്ങനെ വേറൊരു വിധത്തിൽ കാണാൻ പറ്റിയത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെശിഹ ആകുന്നു. ഈ മെശിഹ എന്ന് പറഞ്ഞാൽ രക്ഷകനാണ്. യഹൂദന്മാരൊക്കെ ദീർഘകാലമായി, നൂറ്റാണ്ടുകളായി, തലമുറകളായി കാത്തിരിക്കുന്ന, പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സങ്കല്പമാണ്. ഞാൻ അനുഭവിക്കുന്ന എല്ലാ ആകുലതകളിൽ നിന്നും, ഞാൻ അനുഭവിക്കുന്ന എല്ലാത്തരം മോഹഭംഗങ്ങളിൽ നിന്നും എങ്ങും എത്തിച്ചേർന്നിട്ടില്ല എന്ന എൻ്റെ കഠിന ഭാരത്തിൽ നിന്നും, എൻ്റെ ഏകാന്തതയിൽ നിന്ന്, എൻ്റെ വിഷാദത്തിൽ നിന്ന്, എൻ്റെ ഭീതിയിൽ നിന്ന്, ഇവയിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കാൻ പോകുന്ന എൻ്റെ വിമോചകനാണ് സത്യത്തിൽ മെശിഹ. ഇങ്ങനെ ഒരാളാണ് ക്രിസ്തുയേശു എന്ന് വെളിപ്പെട്ടത് എങ്ങനെയാണ് പത്രോസിന്? അത് പ്രഖ്യാപിക്കാനായിട്ട് പത്രോസിന് എങ്ങനെ ധൈര്യം ഉണ്ടാവുന്നു? അവിടെയാണ് യേശുവിന്റെ ഒരു മറുപടി ശ്രദ്ധിക്കേണ്ടത്. ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത്, പിന്നെയോ സ്വർഗസ്ഥന പിതാവാ. ശരിയായ വെളിപ്പെടുത്തലുകൾ ലഭിക്കാനായിട്ട് ഞാനും നമ്മളും സ്വർഗസ്ഥനായ പിതാവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ അർപ്പിക്കട്ടെ. തീർച്ചയായിട്ടും ആവശ്യമാണ്. ആമേൻ.